അത് ഒരു അളക്കാനുള്ള ഒരു മാവിനും എൻ്റെ അടുത്തില്ല. അതൊക്കെ നമ്മൾ സമൂഹം പൊതുവിൽ വിലയിരുത്തിയാൽ മതി. ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി അത് ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരണമാണ്. അതിൻ്റെ സ്ഥാപക നേതാവ് മൗദൂദി വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഇത് ലോകം മുഴുവൻ ഒരു കാലത്ത് ഇത്തരമൊരു അബ്സർജ് മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു തീവ്രവാദത്തിൻ്റെ അബ്സർജ് ഉണ്ടായി. ഇഖ്വാനുൽ മുസ്ലിം എന്ന് പറഞ്ഞ ഈജിപ്തിൽ മുസ്ലിം ബ്രദർഹുഡ്, ഇവിടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് 42 മുതൽ മൗലാന അബുലൈല മൗദൂദി, അദ്ദേഹം വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോയി. പാകിസ്ഥാനിൽ ആ പ്രസ്ഥാനം ശക്തിപ്പെടുത്തി. ഇന്ത്യക്കാരോട് പറഞ്ഞു, നിങ്ങളും ഇതുപോലെ തന്നെ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി ശ്രമിച്ചോളൂ, എനിക്കതിൽ വിരോധമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്ന ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിൽ മറ്റൊരു സംഘമാണ്. ബംഗ്ലാദേശിൽ ഏറ്റവും വലിയ മനുഷ്യക്കുരുതിക്ക് നേതൃത്വം കൊടുത്ത ജമാഅത്തെ ഇസ്ലാമി. അവരുടെ പ്രമുഖരായ നേതാക്കന്മാരെ മുജീബ് റഹ്മാന്റെ കാലത്ത് തൂക്കിക്കൊല്ലേണ്ടി വന്നു. ഇപ്പോഴും അവർ നോക്കി, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവർ കാര്യമായി നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ആദ്യകാലത്ത് അവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നവരായിരുന്നു. തെരഞ്ഞെടുപ്പിലേ പങ്കെടുക്കേണ്ട, കാരണം ഈ ഭരണകൂടം ഇസ്ലാമികമല്ലാത്തതുകൊണ്ട് അതിൽ ചേരാൻ പാടില്ല, സർക്കാർ ജോലി സ്വീകരിക്കാൻ പാടില്ല. ഇപ്പം അത് മാറി, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാമെന്നായി. എങ്കിലും അവരുടെ അടിസ്ഥാന രാഷ്ട്രീയ നിലപാടിൽ നിന്ന് അവർ മാറുന്നില്ല എന്ന് അവർ എപ്പോഴും വ്യക്തമാക്കുന്നുണ്ട്.